ഹായ് ഡിയേഴ്സ്, CMTC002 പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ 5th യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം 4 പാർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 5th പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ലേണിംഗ് റിലേറ്റഡ് ആയിട്ട് ലേണിംഗ് സ്റ്റൈലും അതുപോലെ അതിലുള്ള വാക്ക് മോഡലൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. Learning styles. Learning styles are different method of learning or understanding new information. Learning styles are the way a person takes in, understand, express and remember information. അപ്പൊ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മളൊരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഫർമേഷൻ ഒരു നോളജ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പം ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു ഇൻഫർമേഷൻ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഹ്യൂമൻ ബീങ്സും യൂസ് ചെയ്യുന്ന ലേണിംഗ് മെത്തേഡ്സ് ആണ് ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. Although many of us remain fairly constant, learning preference throughout time styles can also do change with some regularity. This can be influenced by your learning environment. അപ്പോ നമ്മുടെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷൻസിനെ കുറിച്ച് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ലേണിംഗ് മെത്തേഡ്സ് ആണ് ശരിക്കും ലേണിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു ലേണിങ്ങിന് നമ്മളുടേതായിട്ടുള്ള പ്രിഫറൻസുകൾ ഉണ്ടല്ലേ. നമ്മൾ അതിനുള്ള ടൈം ആണെങ്കിലും ലേണിംഗ് സ്റ്റൈലൊക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ലേണിംഗ് എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാവുക. ഇപ്പൊ നമ്മളുടെ വീടുകളിൽ ഭയങ്കരമായിട്ട് എല്ലാവരും സംസാരിക്കുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലേണിംഗ് കുറച്ചുകൂടെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ഉറക്കെ വായിച്ച് പഠിക്കേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് യൂട്യൂബിൽ ലേണിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ആ ഒരു രീതിയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് ഫോക്കസ് ചെയ്ത് ലേണിംഗിൽ ഇൻവോൾവ്ഡ് ആകാം എന്നുള്ളതാണ്. Then one of the most accepted understanding of learning style is that student learning style fall into 3 categories: visual learners, auditory learners and kinesthetic learners. അപ്പോൾ ലേണിംഗ് സ്റ്റൈലിൽ ഏറ്റവും മോസ്റ്റ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കൈനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാർക്ക് മോഡൽ. വാർക്ക് അപ്പം അത് 4 വേർഡ്സിന്റെ 4 ലേണിംഗ് സ്റ്റൈലിന്റെ ഫസ്റ്റ് വേർഡ് ആണ് കേട്ടോ ഈ വാർക്ക് എന്ന് പറയുന്നത്. This learning style are found within educational theorist Neil Fleming's WARC model of student learning. WARC is an acronym that refers to the 4 types of learning styles: visual, auditory, reading and writing preferences, and kinesthetic. അപ്പോൾ നെയിൽ ഫ്ലെയിംസ് ആണ് ഈ ഒരു വാക്ക് മോഡൽ എന്ന് പറയുന്ന ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. നെയിൽ ഫ്ലെമിങ്സ് ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വാർക്ക് മോഡൽ എന്ന് പറയുന്നത്. അപ്പം ഇത് 4 വേർഡ്സിന്റെ 4 ലേണിംഗ് സ്റ്റൈലിന്റെ ഫസ്റ്റ് വേർഡ് ആണ് കേട്ടോ. വി ഫോർ വിഷ്വൽ, എ ഫോർ ഓഡിറ്ററി, ആർ ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് കെ ഫോർ കൈനസ്തെറ്റിക്. അതാണ് വാക്ക് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ കണ്ടില്ലേ? അപ്പൊ ഇതിൽ തന്നെ നമുക്ക് വാക്ക് മോഡൽ കാണാൻ പറ്റും. അതായത് ഐയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ആ ഒരു റോസ് കളർ, പിങ്ക് കളർ ഉള്ള ഒരു കോളത്തില് വിഷ്വൽ ആണ്, കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി കാണുക, പിക്ചേഴ്സ്, മോഡൽസ്, വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കുക. ദെൻ സെക്കൻഡ് വൺ ഗ്രീനിൽ കൊടുത്തിട്ടുള്ളത് ഓഡിറ്ററി ആണ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ദെൻ തേർഡ് വൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോ ഒന്നുകില് നല്ല രീതിയിൽ വായിക്കുക അല്ലെങ്കിൽ എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ കൈനസ്തെറ്റിക്, കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത്.
Then നമുക്ക് ഫസ്റ്റ് ലേണിംഗ് സ്റ്റൈൽ നോക്കാം, വിഷ്വൽ. Visual learners learn through seeing, so tools like diagrams, flow charts, pictures, and symbols can be key to understanding new concepts. As university-style lectures tend to neglect visual components, it may be difficult for you to visual learners out there to stay focused during a long lecture. അപ്പോൾ വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങളെ കണ്ടു പഠിക്കുകയാണ്. നമ്മൾ ഡയഗ്രാം ആയിരിക്കാം, ഫ്ലോ ചാർട്ട് ആയിരിക്കാം, പിക്ചേഴ്സ് ആയിരിക്കാം, എന്തെങ്കിലും സിമ്പിൾ ആയിരിക്കാം, ടോയ്സ് ആയിരിക്കാം, ടൂൾസ് ആയിരിക്കാം, മെറ്റീരിയൽസ് ആയിരിക്കാം. അങ്ങനെ കണ്ട് നമ്മൾ പുതിയൊരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കുന്ന ഒരു ലേണിംഗ് സ്റ്റൈലാണ് വിഷ്വൽ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി സ്റ്റൈലിലുള്ള ലെക്ചേഴ്സും അതിലൊന്നും നമുക്ക് വിഷ്വൽ ലേണിംഗ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് എന്താണ് 1 hour ഒക്കെ ലോങ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഒക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. Then നോക്കാം, when taking notes in class, something to try is developing a system of symbols to replace the written word. അപ്പൊ എന്താണ്, ഈ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഈ വിഷ്വൽ ലേണിംഗ് അത്രത്തോളം ക്ലാസ് റൂമുകളിൽ അപ്ലൈ ചെയ്യാറില്ല. ചെറിയ ക്ലാസ്സുകളിലാണ് കൂടുതലും വിഷ്വൽ ലേണിംഗ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഒരു വേർഡിന് പകരം സിമ്പിൾസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ട് പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനും നല്ല രീതിയിൽ അത് കോൺസെപ്റ്റ് മനസ്സിലാക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. For example, instead of writing out female each time in your notes, simply use the standard symbol. Or instead of writing that the result of a particular test were positive, insert a smiley face. അപ്പൊ എന്താണ്, നമ്മള് ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾസ് യൂസ് ചെയ്യുക. അതായത് ഫീമെയിലിന് എഴുതുന്നതിന് പകരം ആ ഫീമെയിലിനുള്ള ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അപ്പൊ അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, നമ്മള് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾസ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു കാര്യം, ഒരു ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുകയാണ്, എന്നിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് പോസിറ്റീവ് ആണ് എങ്കിൽ എന്ത് ചെയ്യുക, ഒരു സ്മൈലി ഫേസ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്കതും അറിയാൻ പറ്റും, ആ സ്മൈലി ഫേസ് കാണുമ്പോൾ തന്നെ അത് പോസിറ്റീവ് ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ലേണിങ്ങിനോട് ഇൻട്രസ്റ്റ് കൂട്ടാനും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. For visual learners, it is often far easier for recall to work with images as opposed to working with words, as you will picture the image in your head while recalling it for far more difficult when trying to recall the word itself. അതുപോലെ വിഷ്വൽ ലേണേഴ്സിനെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് ആ ഒരു കണ്ട കാര്യങ്ങൾ അതുപോലെ അവരുടെ ബ്രെയിനിൽ പ്രിന്റ് ചെയ്ത് വെക്കാൻ, ആ ഒരു പിക്ചർ ആണെങ്കിലും ഒരു എന്താണ് മോഡൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ ആണെങ്കിലും അതിനെ അതുപോലെ അവർക്ക് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ഇമേജ് ആയിട്ട് അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഒക്കെ ചോദിക്കുന്നത് അവർ പെട്ടെന്ന് അത് റീകോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു വേർഡ് ആണെങ്കിലും നമ്മൾ ഒരു സ്മൈലി ഫേസ് പറഞ്ഞല്ലോ, സ്മൈലി ഫേസ് ആയിരിക്കും അവര് വരച്ചു വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് പെട്ടെന്ന് റീകോൾ ചെയ്ത് പെട്ടെന്ന് അതിനെ ആൻസർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. Then other tricks to try for visual learners include spatially rearranging your page. Instead of writing across a page horizontally, write in a way that is more descriptive of the relationship being described. For example, write the words out in a circular pattern if that more truly represent the relationship you are describing. Also, it can be useful to color code your notes to create more visual stimulation. അപ്പൊ മറ്റുള്ള ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, നോട്ട്സ് ബുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കൃത്യമായിട്ട് ആ ഒരു നോട്ട്ബുക്ക് ആ ഒരു പെർട്ടിക്കുലർ പാറ്റേണില് ഹൊറിസോണ്ടലി നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട്സ് എഴുതുന്നു. അതിനെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ സർക്കുലർ പാറ്റേണിലോ അല്ലെങ്കിൽ പുതിയ ഒരു ഷേപ്സോ ടെംപ്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾക്ക് നോട്ട്സ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും,
കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി ആ ഒരു വിഷ്വൽ സ്റ്റിമുലേഷൻ കിട്ടുകയും ആ ഒരു ലേണിംഗ് കൂടുതൽ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് വിഷ്വൽ ലേണേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നമുക്ക് എന്താണ് മെറ്റീരിയൽസും പിക്ചേഴ്സും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ എത്തുമ്പോൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് വൺ വരുന്നതാണ് ഓഡിറ്ററി. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് കാര്യങ്ങളെ കേട്ട് പഠിക്കുക എന്നുള്ളതാണ്, കേട്ട് മനസ്സിലാക്കുക. Auditory learners best understand new content through listening and speaking in situations such as lectures and group discussions. Actual learners use repetition as a study technique and benefit from the use of mnemonic devices. അപ്പോൾ ഓഡിറ്ററി ലേണേഴ്സ് അവരെ കൂടുതലും എന്താണ് കാര്യങ്ങളെ ശ്രദ്ധിച്ചും കേട്ടും സംസാരിച്ചും ഒക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് ലെക്ചേഴ്സ് ഒക്കെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ഒക്കെ അവർ കേട്ടും സംസാരിച്ചും ഒക്കെയാണ് അവരുടെ ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് അവർക്ക് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റഡി ടെക്നിക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ഈ ന്യൂമോണിക് ഡിവൈസസ് ഒക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചില ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ കൂടുതൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനും നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനും അതിനെ റീകോൾ ചെയ്യാനും ഒക്കെ പറ്റും. ഈ ന്യൂമോണിക്സിന് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ചെറിയ കുട്ടികൾക്ക് ആൽഫബറ്റ്സ് പഠിപ്പിക്കുകയാണ്, ABC എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പോ അതിനു പകരം നമ്മൾ ഫസ്റ്റ് എന്താണ് ABCDEFG ആ ഒരു പാട്ട് നമ്മൾ അവർക്ക് പാടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലെ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ആ ഒരു സോങ് അറിയാം അല്ലെ, ABCDEFG എന്നുള്ള ആ ഒരു സോങ്ങിലൂടെ നമുക്ക് ആ ഒരു ലെറ്റർ കൃത്യമായിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രെയിനിൽ സൂക്ഷിക്കാൻ പറ്റും, അതിനെ കണക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാനൊക്കെ പറ്റും ആ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ മറ്റുള്ള ഡിവൈസസ് നമുക്ക് റെക്കോർഡ് ചെയ്തൊക്കെ കേട്ടും അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. Auditory learners learn through listening. As such, attending lectures, tutorials, and group discussions are absolutely essential for these learners. If you are an auditory learner, help yourself focus on textbook reading by reading them out loud so you can hear how the words sound. അപ്പോൾ ഓഡിറ്ററി ലേണേഴ്സിന് കൂടുതലും എന്താണ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് അവർക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ പറ്റുക. അപ്പൊ അവരെന്ത് ചെയ്യുക, ലെക്ചേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ട്യൂട്ടോറിയൽസ് അറ്റൻഡ് ചെയ്യുക, ഗ്രൂപ്പ് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്യുക അവരുടെ ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കുക. അതുപോലെ നമ്മളൊരു ഓഡിറ്ററി ലേണർ ആണെങ്കിൽ എന്താണ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉറക്കെ വായിക്കാം. അപ്പൊ നമ്മൾ വായിക്കുന്നത് നമ്മൾ തന്നെ കേട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വേർഡ്സ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സൗണ്ട് ചെയ്യുക, ആ കോണ്ടന്റ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മൾ അത്തരത്തിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ഓഡിയോ കേൾക്കുക, അതുപോലെ തന്നെ നമ്മൾ ലെക്ചേഴ്സ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, ട്യൂട്ടോറിയൽസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുക. അപ്പൊ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉറക്കെ വായിക്കുക എന്നുള്ളത്. ബുക്സ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഉറക്കെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സൗണ്ട് കേൾക്കും അല്ലെ. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേണിംഗ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. It can also be really helpful to engage in group discussions about course concepts and topics. Create a weekly study group to get together weekly just to talk about the things being discussed in lectures. Leave lots of extra rooms on your page when taking notes in lectures and then return to these notes after you have had a chance to discuss the material in further detail. Supplement with the new information you have. അതുപോലെ തന്നെ എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ എൻഗേജ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജുകൾ നമുക്ക് കേൾക്കാനും. അപ്പൊ വീക്കിലി എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കണം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ലെക്ചേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പേജിൽ
നമ്മൾക്ക് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ലെക്ചേഴ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പേജുകൾ മാറ്റി വെക്കുക. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആ ഒരു നോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്കഷൻ വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഇത്തരത്തിലാണ് ഓഡിറ്ററി ലേണേഴ്സ് കാര്യങ്ങളെ പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് റീഡ് ആൻഡ് റൈറ്റ്. Students with a strong reading writing preference learn best through words. These students may present themselves as copious, note takers, or avid readers and are able to translate abstract concepts into words and essays. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഹാബിറ്റ് ഉള്ള കുട്ടികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് റീഡിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ റൈറ്റിംഗ് പ്രിഫറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ കൂടുതലും എന്താണ്, വേർഡ്സിലൂടെ ആയിരിക്കും കാര്യങ്ങൾ കൺവേ ചെയ്യുക. ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിന് എന്താണ്, അവർക്ക് ചില ആൾക്കാരുണ്ട് എക്സാം വരുമ്പോ ഇങ്ങനെ എഴുതി 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 കുറെ 10ഉം 20ഉം പ്രാവശ്യം എഴുതി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് 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 പഠിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലേ. അപ്പോ ഇങ്ങനെ എഴുതിയും ഒരുപാട് എഴുതിയിട്ടും ഒരുപാട് വായിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്കില്ലുള്ള ആൾക്കാർ പഠിക്കുന്നത്. Then focusing on the written word, reading and writing learners succeed with the written information on worksheets, presentations, and other text-heavy resources. These learners are note takers and perform strongly when they can refer written text. അതുപോലെ റിട്ടേൺ വേർഡ്സിൽ ഫോക്കസ് ചെയ്യുക, റീഡിങ് റൈറ്റിംഗ് ആ ഒരു, അതുപോലെ ബോർഡുകള്, അതുപോലെ തന്നെ ചാർട്ടുകള്, അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് ആയിട്ടും പ്രസന്റേഷൻ ആയിട്ടും അതുപോലെ ടെക്സ്റ്റിലുള്ള റിസോഴ്സസ് ഒക്കെ ആയിട്ടൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലേണേഴ്സ് ഒക്കെ തന്നെ കൂടുതലും അവർ ഒരുപാട് നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതി എടുക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ റിട്ടേൺ എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് എബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക്. ദെൻ വരുന്നതാണ് കൈനസ്തെറ്റിക്. കൈനസ്തെറ്റിക്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റുഡൻസ് ഹു ആർ കൈനസ്തെറ്റിക് ലേണേഴ്സ് ബെസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇൻഫർമേഷൻ ത്രൂ tactile representations of information. These students are hands-on learners and learn best through figuring things out by hand. അപ്പൊ കൈനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുകയാണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇവിടെ. അപ്പോൾ കൈനസ്തെറ്റിക് ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എന്താണ്, അവർക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവര് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ആണ് കൂടുതലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കൈകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. Kinesthetic learners learn through doing. This is perhaps the most challenging learning style for university students, as there are not always many opportunities to engage in hands-on learning in lectures. For this reason, labs and tutorial become even more essential for these learners. ഇപ്പൊ കൈനസ്തെറ്റിക് ലേണേഴ്സ് അവർ മെയിൻ ആയിട്ടും എന്താണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്, കാര്യങ്ങൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, അവർക്ക് ലേണിംഗ് സ്റ്റൈലിൽ ഒരുപാട് ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ്, നമ്മൾ എപ്പോഴും അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഈ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡിന് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ലാബ്സും ട്യൂട്ടോറിയൽസും ഒക്കെ നമുക്ക് ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് എന്നുള്ളതാണ്. While studying, try to incorporate all of your senses into the experience. The more of this you can do, the higher you recall will be, as you will have multiple cues. One way to create a more useful study notes if you are a kinesthetic learner is to fill your notes with several examples for each concepts. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ്, നമ്മള് കുട്ടികളുടെ സെൻസിന് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഹയർ എഡ്യൂക്കേഷനിൽ അവർക്ക് കൃത്യമായിട്ട് ആ ഒരു സ്റ്റാൻഡേർഡോട് കൂടെ തന്നെ ആ ഒരു
എഡ്യൂക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ലേണിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ അത് ഷാർപ്പായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെ. Then try taking an example from the text or lecture or lab and then try creating your own example. As a general rule, the more personal your created example is, the better your recall will be for that example and hopefully for the concept it is describing. Also, try to make a much use of practice questions and the exams as possible. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, നമ്മൾ കുട്ടികൾക്ക് ചില ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ കുട്ടികൾ തന്നെയാണ് അവരുടെ ടോയ്സും ടൂൾസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, കാര്യങ്ങളെ ചെയ്ത് പഠിക്കുകയാണ്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ലെക്ചേഴ്സ്, ഒരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കുട്ടികളെ കൺവേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലാബ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോ നമ്മൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ക്ലാസ് റൂമിനെ കൂടുതൽ ആ ഒരു ലേണിങ്ങിനെ കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് ലെക്ചേഴ്സ് ആണെങ്കിലും അവിടെ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എക്സാമ്പിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കുട്ടികളുടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഫോക്കസ് ചെയ്ത് കൂടുതൽ ലേണിങ്ങിനെ എഫക്റ്റീവ് ആക്കണം എന്നുള്ളതാണ്. As a general rule, the more personal your created example is, the better your recall will be for that example and hopefully for the concept it is describing. അപ്പൊ നമ്മളൊരു ജനറൽ റൂൾ എന്നുള്ള രീതിയിൽ നമ്മള് എന്താണ്, ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ, നമ്മളത് പേഴ്സണൽ ആക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇറ്റ്സ് ബെറ്റർ, നമുക്ക് റീകോൾ ചെയ്യാൻ അത് പറ്റും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ എക്സാമ്പിളോടെ നല്ല രീതിയിൽ അതിനെ മനസ്സിലാക്കാനും ഡിസ്ക്രൈബ് ചെയ്ത് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, ഇതില് ആ ഒരു കൈനസ്തെറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ എക്സാമ്പിൾ അവർക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിലോട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ലേണിംഗ് സ്റ്റൈലിൽ പഠിക്കാനുള്ളത്. അപ്പൊ ലേണിംഗ് സ്റ്റൈല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഓരോരുത്തരും യുണീക്ക് ആണ്, അവരുടേതായിട്ടുള്ള രീതിയിലാണ് അവർ ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ പഠിക്കുന്ന സമയം, അതിന്റെ എന്താണ് സമയ ദൈർഘ്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ചില ആൾക്കാര് നോക്കി ഒരു പിക്ചർ നോക്കി വീഡിയോ നോക്കിയൊക്കെ പഠിക്കും, അവരാണ് വിഷ്വൽ ലേണേഴ്സ് എന്ന് പറയുന്നത്. ചില ആൾക്കാര് എന്താണ് ഓഡിയോ ഒക്കെ കേട്ടിട്ടായിരിക്കും പഠിക്കുക, അപ്പൊ അവര് ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും. ചില ആൾക്കാർ ഒരുപാട് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർ എന്തായിരിക്കും, അവര് കാര്യങ്ങളെ ചെയ്തൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ എഴുതിയൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് ഇതിലും മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ വരുന്നതാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഞാൻ പറഞ്ഞല്ലോ, വായിച്ച് ഇൻഡെപ്ത് ആയിട്ട് വായിച്ച് റിപ്പീറ്റ് ആയി വായിച്ച് പഠിക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കുക. ദെൻ ലാസ്റ്റ് വരുന്നതാണ് കൈനസ്തെറ്റിക്, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ചെയ്ത് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്ങിലൂടെ കൈനസ്തെറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളെ ചെയ്ത് പഠിക്കുന്നു. പുതിയ പുതിയ എക്സ്പെരിമെന്റുകളിലൂടെയും അതുപോലെ തന്നെ പുതിയ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ തന്നെ ലേണിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് അതിലൂടെ നല്ല നല്ല എക്സ്പീരിയൻസുകൾ കിട്ടും. അതുപോലെ അവരുടെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സുകളും കോൺസെപ്റ്റുകളും ഒക്കെ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് നല്ല രീതിയിൽ ആ ഒരു ലെക്ചറിങ് മെത്തേഡിനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ എന്താ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ലാബ്, അതിൽ നിന്നൊക്കെ അവരുടേതായിട്ടുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
അതുപോലെ തന്നെ എന്താണ് നമുക്ക് കൂടുതൽ അതിനെ റീകോൾ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. നമ്മള് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ മാത്രമല്ല അത് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാനും കൂടെ നമുക്ക് നല്ല രീതിയിൽ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡേ പ്ലാനിങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.